ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല. ഷോപ്പിംഗ് എന്ന് പറയാനോ പറ്റില്ല. പുറത്ത് പോയ സമയത്ത് കുറഞ്ഞ വിലയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച്. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല വിലക്കുറവിൽ കുറച്ച് സാധനങ്ങളുണ്ട് അങ്ങനെയെല്ലാം പറയുന്ന കേട്ടപ്പോൾ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറി. പിന്നെ നോമ്പല്ലല്ലേ വരുന്നത്, അപ്പം നോമ്പിന് നമ്മൾ എന്തെങ്കിലും പുതിയതെല്ലാം വാങ്ങി വീട്ടിൽ വെക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ നോമ്പിനത് വാങ്ങി വെക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ടെല്ലാം ഒന്ന് നോക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഈ കാണിച്ച പാത്രങ്ങൾ തന്നെ കാണിക്കുമ്പോൾ നമുക്കൊരു ഇതാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ നോമ്പായതുകൊണ്ട് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു രസമാണല്ലോ ഇങ്ങനെ ഷോപ്പിങ്ങെല്ലാം പുറത്ത് പോയി നമ്മൾ ഈ പാത്രങ്ങൾ കിച്ചൺ ഐറ്റംസ് എല്ലാം നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാ ലേഡീസിനും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. വില കുറഞ്ഞതും കൂടിയതും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു. അങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ അവിടെ പോയപ്പോൾ എല്ലാം ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ റൂമിലേക്കൊരു മാറ്റ് വേണമെന്ന് കുറച്ച് ദിവസമായി വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല നമ്മൾ വിചാരിച്ച ആ കളർ തന്നെ, ഗ്രീൻ കളർ തന്നെ കിട്ടി. ബെഡ് സ്പ്രെഡിന് മാച്ചായിട്ട് നമ്മൾ ബെഡിൻ്റെ താഴെ ഇങ്ങനെ വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല കളറും കറക്റ്റ് സൈസും എല്ലാം ഒത്തു വന്നപ്പോൾ പിന്നെ ഒന്ന് അതെടുത്ത്. പിന്നെ കാസറോൾ വാങ്ങണമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പിന് നമ്മളിങ്ങനെ ഫുഡെല്ലാം കടിയും റൊട്ടിയെല്ലാം ഇട്ട് വെക്കാനും. സാധാരണ ഞാനങ്ങനെ കാസറോൾ അധികം യൂസ് ചെയ്യലൊന്നും ഇല്ല. എൻ്റെ അടുത്ത് അന്നേരം സ്റ്റീലിൻ്റെ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ ചൂടോടെ റൊട്ടി ചൂടുക, അപ്പം തന്നെ തിന്നുക, അതാണ് ഇവിടുത്തെ ഒരു പതിവ്. ഇപ്പം നോമ്പിന് നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ. പിന്നെ ഗസ്റ്റെല്ലാം വരുമ്പോൾ നോമ്പ് തുറക്കാൻ, അപ്പം അങ്ങനെയെല്ലാം ഒന്നും ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് നല്ലൊരു കാസറോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാമെന്നുള്ള ഇതിൽ അങ്ങനെ ഒരു കാസറോളും അതെല്ലാം നോക്കി. പിന്നെ നമ്മൾ ചായൻ്റെ കടിയെല്ലാം ഇടുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. പിന്നെ ചെറിയ ബൗള്, പിന്നെ ഇതെല്ലാം അങ്ങനെ വലിയൊരാവശ്യമുള്ള കാര്യമൊന്നുമല്ല ഈ സാധനമൊന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം വാങ്ങിയിട്ട് വെക്കാൻ കബോർഡിലൊന്നും സ്ഥലവും ഇല്ല. നമുക്കെല്ലാം ഇവിടെ എല്ലാം അത്രയെല്ലാം സൗകര്യം ഉണ്ടാവും. പിന്നെ ഇതാ മെയിനായിട്ട് ഞാൻ കാസറോൾ തന്നെയാണ് നോക്കി, കുറേ സ്ഥലത്ത് നോക്കി. പിന്നെ ഞാൻ കുറച്ച് സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തിയിട്ടില്ല. അപ്പോൾ ചിലതെല്ലാം ഞാൻ വിചാരിച്ച് കണ്ടിട്ട് തന്നെ വാങ്ങിക്കാം. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ സൈസും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും നമുക്കറിയില്ല, പറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പാത്രം തന്നെയായിരുന്നു കുറച്ചധികം നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു സെക്ഷനാണ് കുറച്ച് സെയിലായിട്ടുള്ളൂ, കുറച്ച് വില കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇപ്പം തന്നെ കുറേയെല്ലാം കാലി അറബികളെല്ലാം വന്നിട്ട് ഒരുപാട് ഇങ്ങനെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പല ഷേപ്പിലെല്ലാം ഉള്ള ഇങ്ങനെ കടിയെല്ലിടാനും സാലഡ് ബൗൾ അങ്ങനത്തെ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് നമുക്ക് ലാസ്റ്റ് കാണാം എന്തൊക്കെയോ വാങ്ങിയെന്ന്. അങ്ങനെ കുറേ സാധനം ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ചാണ്. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതെല്ലാം ഇങ്ങനെ പോയിട്ടൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ മേലെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ മുകളിൽ പോയി പ്രയർ റൂമിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീണ്ടും താഴെ വന്ന് പിന്നെ ഇതാ വേറൊരു സെക്ഷനിലോട്ട് വന്ന് ഇത് ഫുൾ ഗ്ലാസും കപ്പും അങ്ങനത്തെ എല്ലാം. പിന്നെ ഒരു കാസറോൾ എടുത്തിട്ട് പിന്നെ കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ വേറൊരു മോഡൽ കണ്ടിട്ട് പിന്നെ അത് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് മാറ്റി. പിന്നെ കുറേ കണ്ടെയ്നർ, ബോട്ടിൽ അങ്ങനെയെല്ലാം തന്നെ. പിന്നെ ഇത് ഇലക്ട്രോണിക്സിൽ സാൻഡ്വിച്ച് മേക്കറും ചപ്പാത്തി മേക്കറും. അപ്പോൾ ഇത് കണ്ടിട്ടൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നും കൂടി നോക്കി വേറെ ഇടത്തും കൂടി അന്വേഷിച്ചിട്ട് അതിൻ്റെ ഒരു പ്രൈസും ഒരു ബ്രാൻഡ് ഇതെല്ലാം നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഇങ്ങനത്തെ പിന്നെ ഒന്ന് വീട്ടിലുള്ളതും ഉണ്ട്. പിന്നെ വീണ്ടും അതെന്നെ വേണ്ടെന്ന് വിളിച്ചിട്ട് ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാ ടീ പോട്ട്, ഇങ്ങനത്തെ രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിപ്പോയി. എല്ലാം കൂടുതൽ വാങ്ങിക്കുന്നതും ഏറ്റവും കൂടുതൽ പൊട്ടിക്കുന്നതും ഞാൻ തന്നെയാണ്. പിന്നെ ഇതാ ഫ്രൈ പാനും നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ എല്ലാം ഒന്ന് നോക്കി. പിന്നെ ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സെല്ലാം ഇട്ട് വെക്കുന്നത് നമ്മുടെ നോമ്പിനെല്ലാം. അപ്പോൾ അത് ഓൾറെഡി ഒന്നും ഉണ്ട് വീട്ടിലുണ്ട്, പിന്നെ അതൊന്നും എടുത്തില്ല. കാരണം അതെല്ലാം നമ്മൾ കൊല്ലത്തിലൊരു പ്രാവശ്യം ആ നോമ്പിന് മാത്രം നമ്മൾ എടുത്ത് പിന്നെ അത് പാക്ക് ചെയ്തിട്ട് കബോർഡിൽ വെക്കുന്ന ഒരു സാധനം. അപ്പോൾ അതൊന്നും ആവശ്യമില്ലേനു. അപ്പം നോമ്പെല്ലാം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സാധനം വന്നിട്ടുണ്ട്. കുറേ സെയിലും ഓഫറും കാര്യങ്ങളുണ്ട്.
ഫ്ലാസ്കൊന്നും തീരെ ആവശ്യമില്ല. അതെല്ലാം നമ്മൾ ആകെ നോമ്പിന് മാത്രം ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് തന്നെ ഏറ്റവും നല്ല ഫ്ലാസ്ക്കാണ്, നല്ലോണം ചൂടെല്ലാം നിൽക്കും. പിന്നെ ഫ്ലാസ്കിൽ കുറേ നേരം ഒഴിച്ചിട്ട് ഉള്ള ചായ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പം നോമ്പിന് മാത്രം എടുക്കുന്നതാണ്, അതുകൊണ്ട് അതൊന്നും എനിക്കത്ര വലിയൊരു ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ വീട്ടിലേക്ക് കൊണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസും പിന്നെ ചീസ് മയണൈസ് അങ്ങനത്തെ ഫ്രോസണിൻ്റെ കുറച്ച് ഐറ്റംസ് അതെല്ലാം ഒന്ന് നോക്കി. പിന്നെ ലേറ്റ് ആയിനേനും 2 ഷോപ്പിലും എല്ലാം കയറി എന്താ പറയുക ഇങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധാരണ ഞാൻ എഴുതി വെച്ചിട്ടാണ് പോവുക. അപ്പോൾ എഴുതിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉള്ള ഓർമ്മയിൽ വെച്ചിട്ട് എന്തൊക്കെയോ ഫുഡ് ഐറ്റംസും അങ്ങനത്തെ എല്ലാം ഒന്നെടുത്ത്. പിന്നെ റമദാന് നമ്മളിങ്ങനെ വെക്കാനുള്ള കുറച്ച് ഊത് അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് വീഡിയോന് വേണ്ടിയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്യാൻ അങ്ങനത്തെ എല്ലാം കുറച്ച് സാധനങ്ങൾ നോക്കുമായിരുന്നു. പിന്നെ ഇതാ സ്റ്റെൻസിൽ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ നോക്കിയപ്പോൾ വീട്ടിലുള്ളതുപോലെ തന്നെ കണ്ടേ. പിന്നെ വേറൊരു മാറ്റമുള്ളതും അങ്ങനെയൊന്നും അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. വീട്ടിൽ ഇതേപോലെ തന്നെ ഉണ്ടല്ലോ ഒന്നെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞല്ലോ വാങ്ങിയത്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ടെലി സ്റ്റോറീസിൽ വന്ന് വേറൊരു ഹസിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും കൂടി. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടായിരുന്നു ഇവിടെ വന്ന്. അങ്ങനെ അവിടെ വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് അങ്ങനെ പൊറോട്ടയും നൂൽ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും പിന്നെ പുയിങ്ങപ്പത്തിലും ചെമ്മീൻ പുട്ടും എല്ലാം ഓർഡർ ചെയ്തിന്. പിന്നെ തലക്കറി ചെമ്മീൻ ഇത് പുയിങ്ങപ്പത്തിൽ വലിയ അങ്ങനെ അടിപൊളി എന്ന് പറയാനില്ല, അത്ര പോരായിരുന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ല. ചെമ്മീൻ പുട്ടും നല്ലുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇത് പിറ്റേന്നുള്ളതാണ്. അപ്പോൾ പിറ്റേന്ന് ഹസിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കായ്പോളമാണെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിന്. അപ്പോൾ അവർ എന്താ പറയുക ഫ്രണ്ട്സ് എൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കായ്പോളമാണെന്ന് ഇവരെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ പഴയെല്ലാം കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അതൊന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ രാവിലെ നോക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കായ്പോള ഉണ്ടാക്കി അതൊന്ന് പാർസലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന സാധനം നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കായ്പോള ഞാനിത് അവിടെ കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ. അപ്പോൾ അത് ആകുന്ന സമയം കൊണ്ട് നമ്മളിതാ വാങ്ങിയ പ്ലേറ്റും കപ്പെല്ലാം ഒന്ന് കാണിക്കുക. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എടുക്കണമെങ്കിൽ തന്നെ എന്താ പറയുക നല്ല പണിയാണ്. തന്നെ നല്ല വെയിറ്റ് ഉള്ളതാണ് സെറാമിക്കിൻ്റെ. അപ്പോൾ ഇതുപോലത്തെ ഒരു 6 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ മുമ്പൊന്ന് യൂസ് ആക്കിയിട്ടുണ്ടായിന്. അത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കൈ തട്ടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മേലെ വീണിട്ടെല്ലാം ഇങ്ങനെ കഴുകാനെടുക്കുമ്പം പൊട്ടിപ്പോകും. പിന്നെ എനിക്ക് ഒരുപാട് ഉപകാരമുള്ള എന്താ പറയുക ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഫുഡ് കവർ. ആദ്യം ഞാനിത് ഷീനിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യല. ഇപ്പോൾ ഇത് പാക്കറ്റെല്ലാം കുറച്ച് പരിഷ്കരിച്ച് ഇപ്പോൾ ഇതെങ്ങനെ ഒരു വൈപ്സിൻ്റെ എല്ലാം പാക്കറ്റിലുള്ള പോലെ വരുന്നത്. ഇത് ശരിക്കും നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം ഇത്. എല്ലാത്തിനും നമ്മൾ ഫ്രിഡ്ജിലെല്ലാം എന്തും ഇങ്ങനെ കവർ ചെയ്ത് വെക്കാനും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മൂടി കഴുകാനൊന്നും ആവശ്യമില്ലല്ലോ. ഇതന്നെ ഇതാ വൈറ്റും പിന്നെ ഒരു കളർഫുള്ളും. ഒരു പാക്കറ്റിൽ തന്നെ 200 എണ്ണമെല്ലാം ഉണ്ടാവും, അത്രേ വിലയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആക്കിയത് കൊണ്ട് തന്നെ എടുക്കാനും നല്ല സുഖമായി. അപ്പോൾ ഇതായിരുന്നു ഒരു സാധനം. നോമ്പായതുകൊണ്ടും പിന്നെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ട് മാത്രം വാങ്ങിക്കുന്നത്.
പിന്നെ ഇതാ ഈ ഒരു സാധനം ഞാൻ കുറച്ച് ദിവസമായിട്ട്, കുറച്ചല്ല കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് നമ്മുടെ കായ്പോള എന്തായോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ കുറച്ചൊന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് കിസ്മിസും നട്ട്സും ഒന്ന് ഫ്രൈ ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം അങ്ങ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിക്കില്ല. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു ഹാൻഡ് മിക്സർ ഉണ്ടല്ലോ, അപ്പം നമ്മൾ സാധാരണ വിസ്ക് കൊണ്ടല്ലോ ഇങ്ങനെ ബീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇപ്പം എനിക്കതിങ്ങനെ കുറേ ഇങ്ങനെ കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ കൈ ഭയങ്കര പെയിനും. പിന്നെ എഗ് ബീറ്ററുള്ളത് നമ്മളെല്ലാത്തിനും അത് എടുക്കൂലല്ലോ, അതിൻ്റെ വയറെല്ലാം എടുത്ത് കുത്തി, അപ്പോൾ അതെല്ലാം കുറച്ച് പണിയല്ലേ. അപ്പോൾ ഞാനിതിങ്ങനെ കുറേ വീഡിയോ കണ്ടപ്പോഴേ വിചാരിച്ചിട്ട് ഇതൊന്ന് വാങ്ങിക്കണം. അപ്പോൾ ഓൺലൈനിൽ നോക്കി, അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട അത് പറ്റിപ്പോവോ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് കണ്ടിട്ട് തന്നെ നോക്കിയിട്ടെല്ലാം വാങ്ങിക്കുക എന്നുള്ളതിൽ അങ്ങനെ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഭയങ്കര യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ്. ഇത് ചാർജ് ചെയ്യുന്നത് കോർഡ്ലെസ്. അപ്പോൾ അങ്ങനെ വയറ് ഇതൊന്നും കുത്താവൊന്നും വേണ്ട. നമ്മൾ ചാർജ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ പെട്ടെന്ന് നമുക്ക് യൂസ് ആക്കാനും നല്ല സുഖമാണ്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ നമുക്കിങ്ങനെ മുട്ടയിലൊന്ന് ബീറ്റ് ചെയ്യാനും നമ്മൾ ചെറിയ പണിയെല്ലാം എടുക്കുന്ന സമയത്ത് ഇത് നല്ല ഇതായിരിക്കും. നമ്മൾ കേക്കിനും അതിനെല്ലാം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഗ് ബീറ്ററും അതെല്ലാം യൂസ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു മിക്സിങ്ങിനെല്ലാം നമുക്ക് ഈ ഒരു സാധനം മതി. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ കൈ വേദന എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ച്. അപ്പോൾ അധികം നമ്മൾ ഈ പൊടി ദോശയെല്ലാം കലക്കുമ്പോൾ അതിനെല്ലാം ഏറ്റവും ബെസ്റ്റായത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം ഇത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ വാങ്ങിയതുകൊണ്ട് എല്ലാം ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇതാ കാസറോൾ, ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായ. അങ്ങനെ ഇതാ നമ്മുടെ കായ്പോള അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് പ്ലേറ്റിലോട്ടൊന്ന് തിരിച്ചിടട്ടെ. എല്ലാം നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ ഒരു ഫോയിലും വെച്ചിട്ട് ഇതാ വീണ്ടും അത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിങ് ഫിലിം കൊണ്ടെല്ലാം ഒന്ന് റാപ്പ് ചെയ്തിട്ട് അത് പാർസലാക്കുകയാണ്. അപ്പം കായ്പോള ഇതാ എല്ലാം അവിടെ പാർസലാക്കി വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ട്. ഇനി നമ്മുടെ കാസറോളൊന്ന് നോക്കാം. ഞാനിതാ തുറന്ന്, വലിയൊരു സ്പൂണുണ്ട് അതിൻ്റെ കൂടെ. അത് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് സ്പൂണും കൂടി അതിലുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം എടുത്തത് വേറെ ഒരൊറ്റ പീസുള്ളൊരു കാസറോളേനു. അപ്പോൾ ഇത് അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോൾ പിന്നെ ഇത് കണ്ട, ഇതിന് അത്യാവശ്യം വിലയുണ്ട്, മറ്റേതുപോലെയല്ല. മറ്റേത് കുറച്ച് വില കുറവായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റമുള്ള പോലത്തെ കാണാൻ കുറച്ച് മൊഞ്ചുള്ള വേണമെന്നുള്ളതുകൊണ്ട്, കണ്ട പോലെ തന്നെ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് നോക്കിയത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു മാർബിളെല്ലാം പോലെ ഉണ്ട്, നല്ല ഗോൾഡും നല്ല രണ്ട് സൈഡും പിടിക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇതെടുക്കാം. അങ്ങനെ ഇതെടുത്ത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇനി ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു 3-4 സാധനം കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചിനി അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി കുറേ നോക്കി, അവസാനം അത് ഉണ്ടാക്കിച്ചു. അങ്ങനെ അത് നാളെ എത്തും അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതും പിന്നെ കിച്ചൺ ഓർഗനൈസിങ്ങും ഫ്രിഡ്ജ് ഓർഗനൈസിങ്ങും പിന്നെ ആ വാങ്ങിയ സാധനങ്ങളും അതിൻ്റെ എല്ലാ ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.